നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പാകിസ്ഥാനിൽ രൂക്ഷമായിരിക്കുകയാണ്. അതിനിടെ രാജ്യത്തിന് ആകെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എയർ ഹോസ്റ്റസുമാർ. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് എയർ ഹോസ്റ്റസുമാർ ജോലിക്കിടെ കാനഡയിലെത്തിയ ശേഷം ഒളിച്ചോടുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയിലേക്ക് പോയ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിലെ മറ്റൊരു എയർ ഹോസ്റ്റസ് കത്തെഴുതി വെച്ച് മുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മറിയം റാസ എന്ന എയർ ഹോസ്റ്റസ് ടൊറന്റോയിലെത്തി മുങ്ങുകയായിരുന്നു. എയർ ഹോസ്റ്റസ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുങ്ങിയതാണെന്ന് വ്യക്തമായത്. ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ഇവരുടെ PIA എയർ ഹോസ്റ്റസ് യൂണിഫോം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നന്ദി PIA എന്നെഴുതിയ ഒരു കുറിപ്പും വെച്ച ശേഷമാണ് ഇവർ അപ്രത്യക്ഷമായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇസ്ലാമാബാദിൽ നിന്ന് തിരിച്ച വിമാനത്തിൽ ഇവർ കാനഡയിൽ എത്തിയത്. തൊട്ടടുത്ത ദിവസം പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു വിമാനം. 2023 PIAയുടെ 7 വിമാന ജീവനക്കാരാണ് ഇത്തരത്തിൽ കാനഡയിലെത്തി അപ്രത്യക്ഷരായത്. ഫെബ്രുവരി 27 ചൊവ്വാഴ്ച ടൊറന്റോയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പോകേണ്ട PIA വിമാനത്തിൽ മറിയം റാസ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവർ ജോലിക്ക് ഹാജരാകാതിരുന്നതോടെ സഹപ്രവർത്തകർ അന്വേഷണം തുടങ്ങിയത്. തുടർന്നാണ് ഹോട്ടലിൽ ഇവർ ഇല്ലെന്ന് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന്റെ ദേശീയ വിമാന കമ്പനി കഴിഞ്ഞ കുറച്ചു കാലമായി നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് പറക്കുന്ന സുന്ദരിമാരായ എയർ ഹോസ്റ്റസുമാർ തിരികെ രാജ്യത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ വർഷം ഇത് രണ്ടാമത്തെ എയർ ഹോസ്റ്റസ് ആണ് സമാനമായ നടപടി സ്വീകരിക്കുന്നത്. 2024 ജനുവരിയിൽ PIA ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഫൈസ മുക്താർ കാനഡയിൽ കാണാതായതിന് 1 മാസത്തിന് ശേഷമാണ് മറിയത്തിന്റെ ഈ തിരോധാനം. കാനഡയിൽ ഇറങ്ങി ഒരു ദിവസം കഴിഞ്ഞ് കറാച്ചിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ഫൈസ മുക്താറിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. കാനഡയിലേക്കുള്ള വിമാനം ക്രൂയിങ്ങിന് ശേഷം പാകിസ്ഥാൻ ഫ്ലൈറ്റ് അറ്റൻഡുകൾ അപ്രത്യക്ഷമാകുന്ന പ്രവണത 2019 ആരംഭിച്ചതാണ്. അടുത്തിടെ ഇത്തരത്തിൽ കാണാതാവുന്നവരുടെ എണ്ണം ഉയർന്നു വന്നതായി ഏവിയേഷൻ ന്യൂസ് വെബ്സൈറ്റ് സിമ്പിൾ ഫ്ലൈയിങ് റിപ്പോർട്ട് ചെയ്യുന്നു. 2023 PIAയുടെ 7 ജീവനക്കാരാണ് ഇത്തരത്തിൽ കാനഡയിലെത്തി അപ്രത്യക്ഷരായത്. കാണാതാകുന്ന പലരെയും പിന്നീട് കണ്ടെത്തുന്നുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗത്തിനും ജന്മദേശമായ പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല എന്നതാണ് വസ്തുത. രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയുമാണ് ഇതിന് കാരണം. യാത്ര പുറപ്പെടാനിരിക്കെ വിമാന ജോലിക്കാർ മുങ്ങുന്നത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്നും യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ ഉള്ള ജീവനക്കാരെയും കൊണ്ട് തിരിച്ചു പറക്കുക മാത്രമാണ് അപ്പോൾ ചെയ്യാറുള്ളതെന്നും PIA വക്താവ് അബ്ദുള്ള ഹഫീസ് ഖാൻ പറയുന്നു. കാനഡയിൽ എത്തുന്ന PIA വിമാനത്തിലെ ജീവനക്കാരെ കാണാതാവുന്നത് തുടർക്കഥയാകുകയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.